പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. ഞാൻ ശൈലജ ടീച്ചർ. ചരിത്രം കുറിച്ച് പെണ്ണില്ലം മുന്നോട്ട്. പെണ്ണില്ലം ഡോക്യുമെന്ററി ഷൂട്ടിംഗ് 2026 ജനുവരി 6 തിരുവനന്തപുരത്ത് വെച്ച് മംഗളകരമായി നടന്നു. 2026 തുടക്കത്തിൽ തന്നെ പെണ്ണില്ലം ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറി. ശ്രീ പത്മനാഭന്റെ മണ്ണിൽ പെണ്ണില്ലത്തെ ചേർത്ത് പിടിക്കുന്ന അക്ഷരസ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ തോമസ് അച്ചായന്റെ വസതിയിൽ വെച്ച് നടന്ന പെണ്ണില്ലത്തിന്റെ ഡോക്യുമെന്ററി ഷൂട്ടിങ്ങിൽ പെണ്ണില്ലം അംഗവും എഴുത്തുകാരിയുമായ ബിസ്മി എസ് റാവുത്തറാണ് ഡോക്യുമെന്ററി ഡയറക്ടർ. പ്രശസ്ത സാഹിത്യകാരനായ പ്രൊഫസർ ജോർജ് ഓണക്കൂർ സാർ ഉദ്ഘാടനം നിർവഹിച്ചു. പൂജാവേളയിൽ പെണ്ണില്ലം ജനറൽ സെക്രട്ടറിയും അംഗങ്ങളും ഓണക്കൂർ സാറിനൊപ്പം ചടങ്ങിൽ പങ്കാളികളായി. പ്രശസ്ത കവിയോടൊപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായത് ജന്മപുണ്യം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഒരു ഗ്രാമപ്രദേശത്ത് സാധാരണക്കാരായ വീട്ടമ്മമാർ ചേർന്ന് രൂപം കൊടുത്ത താച്ചി എന്ന കൂട്ടായ്മ ക്രമേണ പെണ്ണില്ലം എന്ന പേരിൽ ഒരു സാഹിത്യവേദിയായി. പിന്നീട് പെണ്ണില്ലം എഴുത്തിടം പബ്ലിക്കേഷനായി ഉയർന്നു വരികയും 2 വർഷത്തെ സാഹിത്യ സപര്യയിലൂടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ തങ്ങളുടെ കഴിവും മികവും തെളിയിച്ചുകൊണ്ട് 101 എഴുത്തുകാരുടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അവിടം കൊണ്ടും തീർന്നിട്ടില്ല പെണ്ണില്ലത്തിന്റെ കർമ്മ പദ്ധതികൾ. പുതിയ പുതിയ ലക്ഷ്യങ്ങളുമായി തോളോട് തോൾ ചേർന്നുകൊണ്ട് പെണ്ണില്ലം കുതിക്കുകയാണ് കൂടുതൽ ഉയരത്തിലേക്ക്. വ്യത്യസ്ത മേഖലകളിലൂടെ അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് പെണ്ണില്ലം അതിൻ്റെ ലക്ഷ്യങ്ങളുമായി അസൂയാവഹമായി അത്ഭുതകരമാം വിധം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട്, വെല്ലുവിളികളെ തൃണവൽക്കരിച്ചുകൊണ്ട്. ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഏതൊരു സ്വപ്നവും സഫലമാക്കാം, ലക്ഷ്യം നേടാം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പെണ്ണിന് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടുതന്നെ കുടുംബിനികൾ തങ്ങളുടെ കഴിവുകളും ഇഷ്ടങ്ങളും പ്രകടിപ്പിക്കാനും അതിലൂടെ ആത്മഹർഷം അനുഭവിച്ച് പ്രസന്നവതികളായി ബലമുള്ളവരായി സമൂഹത്തിൽ തങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീത്വം എന്നത് അടച്ചുപൂട്ടി നിർജീവമായി കീഴ്പ്പെട്ട് ഗൃഹഭരണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്ന് മനസ്സിലാക്കി ചങ്കൂറ്റത്തോടെ സ്ത്രീയുടെ സ്വതസിദ്ധമായ നറുപുഞ്ചിരിയോടെ ഓരോ പ്രഭാതത്തെയും ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മവീഥിയിൽ നമ്മുടേതായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകാം. സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും സാഹോദര്യവും സമഭാവനയും മാനവികതയും മുറുകെ പിടിച്ചുകൊണ്ട് പ്രകൃതി സ്നേഹികളായി സഹജീവി സ്നേഹത്തോടെ ഒപ്പം നിങ്ങളും വരൂ, നമുക്കൊന്നിച്ച് യാത്ര തുടരാം.